സൺഡേ ആയിട്ട് വെറുതെ ബോറടിച്ചിരുന്നപ്പോഴാണ് വാരണാസി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നടന്നു ഇപ്പോൾ പുതിയൊരു കട സൗത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ കിട്ടുന്നത്. അവിടെ നേരെ കയറി ഒരു വടയും ഒരു പരിപ്പുവടയും പറഞ്ഞു. അതേ സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ക സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇവിടെ കിട്ടുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മുടെ നാടിനെ നൊസ്റ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്നപ്പോഴാണ് സ്വീറ്റ് പൊട്ടറ്റോസ് കണ്ടത്. അങ്ങനെ അതൊരു കിലോ ഒക്കെ വാങ്ങി. പിന്നെ അവിടെ നടന്നതിനിപ്പോൾ കുറച്ച് നെല്ലിക്ക കണ്ടു. അങ്ങനെ 1/2 കിലോ നെല്ലിക്കയും വാങ്ങി. നെല്ലിക്ക വെച്ച് തെന്നില്ലിക്ക ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. എങ്ങനെയാവും എന്നറിയില്ല. അതിന് ഞങ്ങളത് വീണ്ടും നേരെ പോയി കഴിഞ്ഞപ്പോൾ ഒരു പാനിപ്പൂരി വിൽക്കുന്ന ബയ്യനെ കണ്ടു. അപ്പോൾ പിന്നെ കുറച്ച് പാനിപ്പൂരി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹമൊന്നും വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പോയി പാനിപ്പൂരി വാങ്ങിച്ചു. ആദ്യം എരിവുള്ള പാനിപ്പൂരിയാണ് കഴിച്ചത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മധുരമുള്ളത് കഴിച്ചു, പക്ഷേ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ചായ കുടിക്കാണ്ട് എങ്ങനെയാണ് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നേരെ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോഴാണ് ബബ്ലൂസ് നാരങ്ങ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷബ്ന പറയുന്നത് അവളുടെ നാട്ടിൽ ഇതൊരു ബബ്ലൂസ് നാരങ്ങ എന്നല്ല മാതളം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇത് മാതളം അല്ല ബബ്ലൂസ് നാരങ്ങയാണ്, ഇരിക്കുന്നതാണ് മാതളം. അപ്പോൾ അവൾ പറഞ്ഞു അത് മാതളമല്ല, അത് ഉറുമാമ്പഴാണെന്ന്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിലെ പേരിന്നൊന്ന് കമൻറ്റ് ചെയ്യണം. തിരിച്ചു വന്ന ഈ മധുരക്കിഴങ്ങും ബാക്കി വന്ന കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ എവ്രിവൺ.